പ്രിയ ദൈവത്തിൻ്റെ കന്യനാമത്തിന് ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിലേക്ക് പ്രിയനായ സഹോദരത്തിലേക്ക് ബഹുമാനപ്പെട്ട കെ.എം. ജോർജ് അച്ഛൻ, ജോൺസ് പ്രാവശ്യം, മറ്റേ ശ്രേഷ്ഠരായ രീതിയിലെ പുറപ്പിച്ചുമാരും പ്രവാചകൻ സിസ്റ്റേഴ്സ് കർത്താവിൻ വിശ്വാസികളെ, ആദ്യമായി പ്രിയനായ സഹോദരത്തിലേക്ക് 65 വയസ്സിൻ്റെ എല്ലാ ആശംസകളും ജന്മദിന നന്മകളും നേരുന്നു. ഈ പ്രാപ്തിയുടെ ഇനാഗുറൽ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുവാൻ ഇടയായതിനും ദൈവനിയോഗമായി കാണുകയും ചെയ്തു. അഭിനന്ദനായ ശബരീഷ് തിരുമേനിയുടെ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ വളരെ മാതൃകാപരവും ജനത്തിന് ഉപകാരപ്രദവുമായ സംരംഭങ്ങളാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിരാവസരത്തിൻ്റെ വൈദികരുടെയും ജനങ്ങളുടെയും കൈത്താങ്ങലുകൾ അക്കാര്യത്തിൽ തിരുമേനിയോടൊപ്പം ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന സംഗതിയാണ്. വളരെ ശ്രേഷ്ഠമായ രീതിയിൽ എല്ലാ പ്രസ്ഥാനങ്ങളും ഭംഗിയായി അത് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുവാൻ തക്കവണ്ണമുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും കാര്യങ്ങളും വ്യക്തമായിട്ട് എല്ലാ വർഷവും അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും അതിൽ ഉത്സാഹവും താല്പര്യവും. അമേരിക്കയിലെ കാര്യം തിരുമേനി സൂചിപ്പിച്ചുകൊണ്ട് അവിടെ വരുന്ന സന്ദർഭങ്ങളിലെല്ലാം തന്നെ തിരുമേനിയുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പണം മാറ്റിവെച്ചിരിക്കുന്ന വ്യക്തികളുണ്ട്. അവരത് സന്തോഷത്തോടുകൂടി തിരുമേനിക്ക് കൈമാറുകയും ഈ പ്രസ്ഥാനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യും. അതിൽ അവിടെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി എന്നുണ്ടെങ്കിൽ എനിക്കും സന്തോഷവും അഭിമാനവുമുണ്ട്. ബഹുമാനപ്പെട്ട കെ.എം. ജോർജ് അച്ഛൻ പ്രാപ്തി എന്നുള്ള വാക്കിൻ്റെ വിശാലമായ അർത്ഥവും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ താൻ ചെയ്ത എല്ലാ അത്ഭുത പ്രവർത്തനങ്ങളും മനുഷ്യനെ അവൻ്റെ ജീവിതത്തിന് പ്രാപ്തനാക്കുന്ന ശുശ്രൂഷയാണ്. എല്ലാം നമ്മൾ നോക്കിയാൽ കാഴ്ച കൊടുക്കുന്നതാണെങ്കിലും തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നതാണെങ്കിലും എല്ലാം അവന് കരുത്തും പ്രാപ്തിയും നൽകുന്നതാണ്. സഭയുടെ ചാരിറ്റി എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിൽ തന്നെ ആയിരിക്കണം. മനുഷ്യന് കരുത്തും അവൻ്റെ ബലഹീനതയും കരുത്തും ഊർജവും നൽകുവാൻ തക്കവണ്ണം ഇടയാകുന്ന സംഗതികളായിരിക്കണം. യേശുക്രിസ്തു വലിയ ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിലൂടെ അവരുടെ ആരോഗ്യത്തിൽ പോകുമ്പോഴും ഒറ്റപ്പെടുന്ന നിലവിളിയുടെ ശബ്ദം ശ്രദ്ധിക്കുകയും അവിടേക്ക് തൻ്റെ കാരുണ്യം ഒഴുകുകയും ചെയ്യുന്നതാണ് വേദപുസ്തകത്തിൽ സുവിശേഷത്തിൽ നാം കാണുന്ന എല്ലാ അതിശയ പ്രവർത്തനങ്ങൾ. അതാണ് സഭയുടെ ദൗത്യം. മനുഷ്യന് അവൻ്റെ ബലഹീനതയിൽ പ്രാപ്തി നൽകുന്ന ശുശ്രൂഷ സഭ ഏറ്റെടുക്കും. നമ്മൾ ഈ മനുഷ്യ സൃഷ്ടിയെപ്പറ്റി വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന്. സത്യത്തിൽ മനുഷ്യനെ മണ്ണിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനായി തീർന്നില്ല, രൂപം ഉണ്ടായതേ ഉള്ളൂ. മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ സത്യം. പിന്നെ ദൈവം അവിടെ പറയുന്നത് ലോർഡ് ഗോഡ് ബ്രീത്ത് ഹിസ് ബ്രെത്ത് ടു ഹിസ് നോസ്ട്രിൽസ്. ദൈവത്തിന്റെ ജീവശ്വാസം മൂടി അങ്ങനെ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അത് പുസ്തകം 2-ാം അധ്യായത്തിൽ വളരെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ഭംഗിയായിട്ട് പറയുന്നു. അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു, മനുഷ്യനായി നല്ല പറയുന്നത്. അപ്പൊ ദൈവം മണ്ണിൽ നിന്ന് രൂപമുണ്ടാക്കി അവന് അവന്റെ ജീവശ്വാസം മൂടി. അപ്പോ അവൻ ജീവനുള്ള ദേഹി. അപ്പൊ എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? ദൈവത്തിൽ നിന്നാണ്. പക്ഷെ വീണ്ടും പറയുന്നു, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ദാറ്റ് മനുഷ്യൻ അങ്ങനെ ഒറ്റയായിരിക്കുന്നത് നന്നല്ല. അവിടെ മനുഷ്യൻ പൂർണ്ണനായി. പിന്നെ ആ മനുഷ്യനിൽ നിന്ന് ദൈവം മറ്റൊരു മനുഷ്യനെ സൃഷ്ടിച്ചു. സത്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് എവിടെ നിന്ന്? മനുഷ്യനിൽ നിന്ന്. മണ്ണിൽ നിന്നും ദൈവത്തിൽ നിന്നും സൃഷ്ടിച്ചു എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ പറയാം ക്രിയേഷൻ ഈസ് 3 dimensional.
മണ്ണിൽ നിന്നും ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും. ഭൂമിയിൽ ആയിരിക്കുന്ന നമ്മുടെ എല്ലാം ചുമതലയിൽപ്പെട്ടതാണ് മനുഷ്യ സൃഷ്ടിയിൽ പങ്കാളികളാകുക. അങ്ങനെയാണല്ലോ നമുക്ക് ഈ ജീവജാലങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പക്ഷികളും മൃഗങ്ങളും ഒക്കെ ജനിച്ചു കഴിഞ്ഞ് അത് അതിൻ്റെ കാര്യങ്ങളെല്ലാം സ്വതന്ത്രമായിട്ട് ചെയ്യും. അതിൻ്റെ ആവശ്യമുള്ളതെല്ലാം സ്വതന്ത്രമായി ചെയ്യും. ഒരു മനുഷ്യൻ സാധനമൊന്നായിരുന്നു. ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും എത്ര വർഷം നോക്കിയിരിക്കും തൻ്റെ ഭക്ഷണം കഴിക്കാൻ. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനിൽ നിന്നാണ്. അല്ലെങ്കിൽ ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ ഞാനും നിങ്ങളുമൊക്കെ ഈ മനുഷ്യ സൃഷ്ടിയിൽ പങ്കാളികളാണ്. മനുഷ്യനെ പ്രാപ്തനാക്കുന്ന, മനുഷ്യനെ മനുഷ്യനായി ജീവിക്കുവാൻ പ്രാപ്തനാക്കുന്ന മനുഷ്യ സൃഷ്ടിയിൽ പങ്കാളികളാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പേര് പ്രാപ്തി എന്നിട്ടത് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ക്രിയേറ്റീവ് റെസ്പോൺസ്, ക്രിയേഷൻ എന്ന് പറയുന്ന ആ റെസ്പോൺസിബിലിറ്റിയെ, ആ ചുമതലയെ മനസ്സിലാക്കി തരുന്ന ഒരു വാക്കാണ്. അഭിനന്ദ തിരുമേനിയുടെ പുതിയ പ്രസ്ഥാനത്തിന് എല്ലാ നന്മകളും ആശംസകളും നേരുന്നു. ബലഹീനരായ മനുഷ്യർക്ക് പ്രാപ്തി നൽകുന്ന സംരംഭങ്ങൾ സഭയിൽ വളർന്നു വരികയും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യ സൃഷ്ടിയിൽ പങ്കാളികളാക്കുവാൻ തക്കവണ്ണം, മനുഷ്യനെ സൃഷ്ടിച്ച ചുമതല നിർവഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചൊല്ലുന്ന ദൈവം അനുഗ്രഹിക്കും.